ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ അതിഭയാനകമായ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അനേകരുടെ മൃതശരീരങ്ങൾ ഇപ്പോഴും എവിടെയാണ് കിടക്കുന്നത് എന്നറിയാൻ സാധിക്കാത്ത നിലയിലാണ്. ഉറ്റവരെയും ഉടയവരെയുമൊക്കെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു പോയ നൂറുകണക്കിന് ആളുകൾ അതിദയനീയമായി വിലപിക്കുന്ന കാഴ്ച ഈ ദിവസങ്ങളിൽ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഹൃദയഭേദകമായ കാഴ്ചയാണത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഉറ്റവരെയും ഉടയവരെയും പൊടുന്നനവെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് താങ്ങാനാവാത്ത വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. മക്കളെയോ കൊച്ചുമക്കളെയോ ഭാര്യയെയോ ഭർത്താവിനെയോ മാതാപിതാക്കളെയോ ബന്ധുമിത്രാദികളെയോ ഒക്കെ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് മരണം പിടികൂടുക എന്ന് പറയുന്നത് നമുക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ടുള്ള വേദന നൽകുന്നതായ കാര്യമാണ്. ചില കുടുംബങ്ങളിലെ എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു. ചില കുടുംബങ്ങളിൽ ചിലർ മാത്രം അവശേഷിച്ചിരിക്കുന്നു. അത് തീർച്ചയായും പരമദയനീയമാണ്. കാരണം വീട്ടിലുള്ള കുടുംബത്തിലുള്ള എല്ലാവരും പോയി എന്ന് പറയുമ്പോൾ അത് മനുഷ്യ മനസ്സിന് താങ്ങാവുന്നതിലപ്പുറമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതിൽ സംശയമില്ല. അവരുടെ ദയനീയമായ കരച്ചിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകുന്നു. എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക? പ്രത്യേകിച്ച് ഹോസ്പിറ്റലും മറ്റും ഓരോ ആംബുലൻസ് വരുമ്പോഴും അതിൽ എന്താണ് കൊണ്ടുവരുന്നത് എന്ന് വളരെ പ്രയാസത്തോടുകൂടെ നോക്കി നിൽക്കുന്നതായ ഒരു ജനം.
അടുത്ത് കൊണ്ടുവരുന്നതായ ശവശരീരം ആരുടേതാണ്? തങ്ങളുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ആണോ? മക്കളുടെയോ കൊച്ചുമക്കളുടെയോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മാതാപിതാക്കളുടെയോ ഒക്കെ ആണോ എന്ന് നോക്കുന്ന, വല്ലാതെ ഭയത്തോടുകൂടെ നോക്കി നിൽക്കുന്ന അനേകരെ നാം ഈ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. അനേക കുഞ്ഞുങ്ങളുടെ വിറങ്ങലിച്ച ശവശരീരങ്ങളുടെ മുൻപാകെ മനസ്സ് തകർന്ന് വീണ് കരയുന്ന അനേകരെ നാം കണ്ടു. ആർക്കാണ് ഇവരെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കുക? നമുക്കവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. നാം ആ ചിത്രങ്ങളിലൂടെ കാണുവാൻ സാധിച്ചത് ആർക്കും ആരെയും ആശ്വസിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുവാൻ കഴിയുക? മാനുഷികമായ വാക്കുകൾക്ക് അവരെ ആശ്വസിപ്പിക്കുവാൻ സാധ്യമല്ല. അത്രമാത്രം അഗാധമാണ് അവരുടെ ദുഃഖം എന്നുള്ളത്. മനുഷ്യ മനസ്സിന് താങ്ങാവുന്നതിനപ്പുറമാണ് അവരുടെ ദുഃഖം. ഒരു വലിയ ഭൂപ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കളഞ്ഞതായ ഒരു ഭയാനകമായ വിപത്താണ് ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്ത് ഉറ്റവരെ ഉടയവരെ ഒക്കെ നഷ്ടപ്പെട്ടു പോയ അതിഭയാനകമായ ഹൃദയവ്യഥയിൽ കരയുന്ന, അലമുറയിടുന്ന ആ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മരിച്ചുപോയവരെ ഓർത്ത് ഇനി നമുക്കൊന്നും ചെയ്യുവാനായിട്ടില്ല. എന്നാൽ അവരെ ഓർത്ത് നീറുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. സമാനമായ ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം ആദ്യ അധ്യായത്തിൽ തന്നെ നാം കാണുന്നത് തൻ്റെ 10 മക്കൾ വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്നതായ ഒരു രംഗമാണ്. ഇയ്യോബിൻ്റെ അടുത്തേക്ക് ഓരോരോ ദാസന്മാർ ഓടി വന്ന് ഓരോ മരണവിവരം പറയുമ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരാൾ വന്നിട്ട് അടുത്ത മരണവിവരം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അങ്ങനെ അവസാനമായി തൻ്റെ 10 മക്കളും മരിച്ചുപോയി എന്ന് ഇയ്യോബ് മനസ്സിലാക്കുന്നു. ഇയ്യോബ് എത്രമാത്രം സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തിരുന്ന മക്കളായിരുന്നു ഈ 10 പേരും എന്നുള്ളത് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം ഹോമയാഗം കഴിക്കുകയും അവരെ ഓരോരുത്തരെയും അതുപോലെ താൻ കരുതുകയും ചെയ്തിരുന്നു. അവർ പാപത്തിൽ അകപ്പെട്ടു പോകാതെ അവരോരോരുത്തരും ദൈവമക്കളായി ജീവിക്കേണ്ടതിനും അവരെ നല്ല അനുസരണയിൽ വളർത്തേണ്ടതിനും വളരെയധികം ശ്രമിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇയ്യോബ്. എന്നാൽ വളരെ പെട്ടെന്ന് 10 പേരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. താങ്ങാനാവാത്ത വ്യഥയാണ് താൻ അനുഭവിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ 10 മക്കളുടെയും മരണം ഒരുമിച്ച് കേൾക്കുവാനിടയായ ഇയ്യോബ് ആ വാർത്ത കേട്ട് താൻ തളർന്നുപോയി. താൻ എന്താണ് ചെയ്തത് എന്നുള്ളത് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റു വസ്ത്രം കീറി തലചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇയ്യോബ് ദൈവസന്നിധിയിൽ പറയുന്നത് കേൾക്കുക. താൻ പറയുകയാണ്, ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവയാണ് എല്ലാം തരുന്നത്. മക്കളെ തരുന്നത് യഹോവയാണ്. മറ്റു നന്മകളൊക്കെ തരുന്നത് യഹോവയാണ്. ഇയ്യോബ് പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബ് അത്രമാത്രം നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും ഒക്കെ ആയിരുന്നത് കൊണ്ട് തനിക്ക് ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുവാനും സ്വയം ആശ്വസിക്കുവാനും തനിക്ക് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രിയമുള്ളവർ വേർപെടുമ്പോൾ, പ്രത്യേകിച്ച് വയനാട്ടിലുണ്ടായതായ അതിഭീകരമായ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ
മനസ്സ് തകർന്ന് ദീനദീനം വിലപിക്കുന്ന അവരെ ഓരോരുത്തരെയും എങ്ങനെയാണ് നമുക്ക് ആശ്വസിപ്പിക്കുവാൻ സാധിക്കുക? മാനുഷികമായ നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അവരുടെ ദയനീയമായ വിലാപം കണ്ടു നിൽക്കുവാനല്ലാതെ നമുക്കൊന്നും സാധ്യമല്ല. എന്നാൽ ദൈവവചനത്തിന് അവരെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കും. ദൈവവചനം ഇപ്രകാരം പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. ആ ദൈവസന്നിധിയിലേക്ക് ആര് കടന്നു വരുന്നുവോ അവരുടെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുന്നു. എത്ര വലിയ കഷ്ടതയുടെ മധ്യത്തിലും എത്ര വലിയ പ്രയാസത്തിൻ്റെ മധ്യത്തിലും ആശ്വസിപ്പിക്കുന്നവൻ കർത്താവ് മാത്രമാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നാണ് നാം 46-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവ്, നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് മാത്രമാണ് നമ്മുടെ ആശ്വാസദായകൻ. മറ്റാർക്കും നമ്മെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കുകയില്ല. 91-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിലും നാം അതുതന്നെയാണ് വായിക്കുന്നത്. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. നോക്കുക, കഷ്ടകാലത്ത് നമ്മോട് കൂടെയിരിക്കുന്ന ഒരു കർത്താവ്, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ്. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. കർത്താവ് നമുക്ക് സമാധാനം നൽകുന്നവനാണ്, നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്, കരയേണ്ട എന്ന് നമ്മോട് പറയുന്നവനാണ്. മാനുഷികമായ നമ്മുടെ വാക്കുകൾക്ക് അസാധ്യമായ സമാധാനത്തെ നൽകുവാൻ വലിയവനായ ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ദൈവവചനത്തിന് അവരെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ഈ പ്രിയമുള്ളവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് നമുക്ക് മുട്ടിപ്പായി അപേക്ഷിക്കാം. അവരുടെ ഹൃദയങ്ങൾ കേട്ടിരിക്കുന്ന അതിഭയങ്കരമായ വ്യഥയിൽ ദൈവം അവരെ തലോടി ആശ്വസിപ്പിക്കട്ടെ. അവരുടെ ഹൃദയത്തിന് സമാധാനം നൽകട്ടെ, പ്രത്യാശ നൽകട്ടെ. അങ്ങനെ തങ്ങളുടെ പ്രിയമുള്ളവരെ ഓർത്തുള്ളതായ ആ വലിയ മനോവ്യഥയിൽ ദൈവം അവർക്ക് സമാധാനം നൽകി അവരെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, ഞങ്ങൾ അതിഭയങ്കരമായ മാനസിക വ്യഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കരം അവിടുത്തെ കരമാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയം നുറുങ്ങുമ്പോൾ, മനസ്സ് തകരുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ അവിടുന്നാകയാൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. പ്രത്യേകാൽ കർത്താവെ, വയനാട്ടിൽ പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ട് അതിഭയങ്കരമായ മാനസിക വ്യഥയിൽ അലറിക്കരയുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരെ ഓരോരുത്തരെയായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മനസ്സിന് താങ്ങാനാവാത്ത വ്യഥയിൽ കരയുന്ന ആ പ്രിയമുള്ളവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവേ. സ്വർഗീയമായ സമാധാനം അവർക്ക് നൽകണമേ കർത്താവേ. അവരെ അവിടുന്ന് തലോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾക്ക് അവരെ ആശ്വസിപ്പിക്കുവാൻ സാധ്യമല്ലല്ലോ കർത്താവേ. എന്നാൽ അവിടുന്ന് അവരെ ആശ്വസിപ്പിക്കണമേ, അവിടുന്ന് അവരെ സമാധാനിപ്പിക്കണമേ കർത്താവേ. തുറന്നുള്ളതായ ശിഷ്ടായുസ് സമാധാനത്തോടെ ആശ്വാസത്തോടെ ജീവിക്കുവാൻ തക്കോണം അവിടുന്ന് അവരെ സഹായിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.